ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കിടപ്പാടത്തിനു വേണ്ടിയുള്ള സമരം, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയുള്ള സമരം, പഠിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരം എന്നിങ്ങനെ ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി നിന്നും ഇരുന്നും നടന്നും സമരം ചെയ്യുമ്പോഴാണ് ഒന്ന് ചുംബിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുന്നത്. നമ്മളുടേത് ഒരു ജനാധിപത്യ രാജ്യമായതിനാൽ ഇതും ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കൂ, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി റേഷൻ കടകൾക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്ത് കൊഞ്ഞനം കാട്ടുന്നതല്ലേ ഈ സമരം? പ്രധാന വാർത്തകളിലേക്ക്. ബാർക്കോഴയിൽ KM മാണി മാത്രമല്ല മറ്റു മന്ത്രിമാരും KPCC നേതാക്കളും പങ്കുപറ്റിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. പൊതുസ്ഥലങ്ങളിൽ ചുംബിക്കാൻ അനുമതി നൽകിയാൽ ഭാവിയിൽ സമരക്കാർ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് K. മുരളീധരൻ MLA. കേരളത്തിലെ വിധവകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വിധവ ക്ഷേമ ബോർഡ് ചെയർമാൻ KK ചന്ദ്രൻ മാസ്റ്റർ. വിശദമായ വാർത്തകളിലേക്ക്. ബാർക്കോഴയിൽ KM മാണി മാത്രമല്ല മറ്റു മന്ത്രിമാരും KPCC നേതാക്കളും പങ്കുപറ്റിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. 16 കോടിയോളം രൂപയാണ് അഴിമതി നടന്നതായി സംശയിക്കുന്നുവെന്നും കൊച്ചിയിലെ ചാന്തുപൊട്ട് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച DYFI നേതാക്കൾ അപഹാസ്യരായെന്നും സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂട്ടിയ ബാറുകൾ തുറപ്പിക്കാൻ കൈക്കൂലിയായി 1 കോടി രൂപ നൽകിയെന്ന ബാർ ഉടമസ്ഥ സംഘടനയുടെ നേതാവിന്റെ ആരോപണം സംബന്ധിച്ച അന്വേഷണത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. 1 കോടി രൂപയല്ല 16 കോടി രൂപ കൈക്കൂലിയായി നൽകിയെന്നാണ് അസോസിയേഷൻ ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ധനകാര്യമന്ത്രി KM മാണി മാത്രമല്ല എക്സൈസ് മന്ത്രിയും മറ്റു മന്ത്രിമാരും KPCC നേതാക്കളും ഇതിന്റെ പങ്കുപറ്റിയിട്ടുണ്ട്. വ്യത്യസ്ത അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും CPM സെക്രട്ടറിയും അന്വേഷണം അട്ടിമറിക്കാൻ സൗകര്യം ചെയ്യുകയാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതാണ്ട് ഒരു 10-16 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ബാറുകളിൽ നിന്ന് കലക്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ്. KM മാണിക്ക് മാത്രമല്ല കൊച്ചിയിൽ നടന്ന ചുംബന സമരം ചാന്തുപൊട്ട് സമരമായിരുന്നെന്ന് K. സുരേന്ദ്രൻ പരിഹസിച്ചു. ഇത്തരം ആഭാസ സമരങ്ങൾക്ക് പിന്തുണ നൽകി DYFI നേതാക്കൾ പരിഹാസ്യരായെന്നും മാറു തുറക്കൽ സമരത്തെ മാറുമറക്കൽ സമരവുമായി താരതമ്യം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നതിന് പകരം ആ സാമൂഹ്യ ദൗത്യത്തെയും സാമൂഹ്യ മുന്നേറ്റത്തെയും ദുർബലപ്പെടുത്തുന്ന ഇത്തരം ചാന്തുപൊട്ട് സമരങ്ങളെ DYFI അനുകൂലിച്ചതിനോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. കൊച്ചിയിൽ ആരെങ്കിലും വന്ന് പരസ്യമായി ചുംബിച്ചതിനോട് ഞങ്ങൾക്ക് ഒരു പ്രതിഷേധവുമില്ല. അവർ ഇനിയും ചുംബിച്ചുകൊള്ളട്ടെ. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മഞ്ജുനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളിൽ ചുംബിക്കാൻ അനുമതി നൽകിയാൽ ഭാവിയിൽ സമരക്കാർ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് K. മുരളീധരൻ MLA. സാമൂഹ്യ നവോത്ഥാനങ്ങളുടെ ഭാഗമായി നടന്ന സമരങ്ങളെ ചുംബന സമരവുമായി താരതമ്യം ചെയ്യുന്നത് എന്തർത്ഥത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു. കർണാടക പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസ്ഥലങ്ങളിൽ ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് K. മുരളീധരൻ MLA പറഞ്ഞു. ചുംബന സ്വാതന്ത്ര്യത്തിനായി നടത്തുന്ന സമരത്തെ അംഗീകരിച്ച് അതിന് അനുമതി നൽകിയാൽ സമരക്കാർ ഭാവിയിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടും.
സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന മാറുമറക്കൽ സമരത്തെയും സത്യഗ്രഹങ്ങളെയും ചുംബന സമരവുമായി താരതമ്യം ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനവകുലത്തെ ആദരിക്കുക എന്ന മുദ്രാവാക്യവുമായി കർണാടകയിൽ നടത്തിയ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കോഴിക്കോട് ടാഗോർ ഹാളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. സ്വന്തം സമുദായത്തിൽപ്പെട്ട മറ്റെല്ലാ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറിക്കാൻ അവകാശം ഉണ്ടായിരുന്നപ്പോൾ സ്വന്തം സമുദായത്തിൽ നിഷേധിച്ചതിനെതിരെ സമരം നയിച്ച അയ്യങ്കാളി ഇങ്ങനെയുള്ള മഹാന്മാരുടെ കൂട്ടത്തിലാണോ ഈ ചുംബനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ഇനിയിപ്പോ ചെല്ലു ചോദിക്കും ഇതൊക്കെ അത്ര നിസ്സാരമായിട്ട് എടുത്താൽ പോലെ. ഇന്നലെ ചുംബനെ തുടങ്ങിയിട്ടുള്ളൂ. ഇത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നു പോകും. MI ഷാനവാസ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, KC അബു, NC അബൂബക്കർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് മുഹമ്മദ് സുറാബ്, ജലീൽ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിധവകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വിധവാ ക്ഷേമ ബോർഡ് ചെയർമാൻ KK ചന്ദ്രൻ മാസ്റ്റർ. കേരള വിധവാ വെൽഫെയർ സംഘത്തിന്റെ കുരുവട്ടൂർ പഞ്ചായത്ത് തല വിധവാ കൺവെൻഷനും സംഘടനാ രൂപീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വിധവാ വെൽഫെയർ സംഘത്തിന്റെ കുരുവട്ടൂർ പഞ്ചായത്ത് തല വിധവാ കൺവെൻഷനും സംഘടനാ രൂപീകരണവും പറമ്പിൽക്കടവ് MA UP സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. വിധവാ ക്ഷേമ ബോർഡ് ചെയർമാൻ KK ചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന വിധവകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് മെമ്പേഴ്സ് സാമൂഹ്യക്ഷേമ ബോർഡിന് കീഴിൽ വരുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിന്റെ ചെയർപേഴ്സൺ ഞങ്ങൾക്കറിയാം. അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നതാണ് കേരള വിധവാ വെൽഫെയർ സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് ചെയർപേഴ്സണും ആയിട്ടുള്ള ജമീല ടീച്ചറാണ്. സർക്കാരിൽ നിന്നും 3 ചുമതലകൾ കേരളത്തിലെ 40 ലക്ഷം വിധവകൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ശാരദ ശ്രീധർ ഉണ്ണിക്കുളം, PM അബ്ദുറഹിമാൻ, പ്രദീപൻ, രാമദാസ് വേങ്ങേരി, C ജാഫർ സാദിഖ്, രമേശൻ, ഗിരീഷ്, ശകുന്തള, KK ഗീത, ബാലകൃഷ്ണൻ, സംഘടനാ ജില്ലാ സെക്രട്ടറി വനജ ചീനക്കുഴിയിൽ, ഭാർഗവി അമ്മ എന്നിവർ സംസാരിച്ചു. കത്തിപ്പോയ ബീച്ച് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. 6 മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബീച്ച് ആശുപത്രി ക്യാന്റീനും പ്രവർത്തനം തുടങ്ങി. രണ്ടിന്റെയും പ്രവർത്തനോദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് KK സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കത്തിപ്പോയ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. എക്സ്റേ യന്ത്രത്തിന്റെ തകരാറ് മൂലമുണ്ടായ പ്രശ്നമാണ് യൂണിറ്റ് കത്താനിടയാക്കിയതെന്ന് സൂപ്രണ്ട് KK സുബ്രഹ്മണ്യൻ പറഞ്ഞു. 4 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയത്. AC, ഫാൻ, എക്സ്റേ യന്ത്രത്തിന്റെ അനുബന്ധ ഉപകരണങ്ങൾ, ജനൽ, യന്ത്രം നിന്നിരുന്ന സ്റ്റാൻഡ് തുടങ്ങിയവയാണ് പുതുക്കിയത്. 6 മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബീച്ച് ആശുപത്രി ക്യാന്റീനും പ്രവർത്തനം തുടങ്ങി. രണ്ടിന്റെയും പ്രവർത്തനോദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് KK സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. DMO ഡോക്ടർ PK മോഹനൻ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊയിലാണ്ടി വിയൂർ വിഷ്ണുക്ഷേത്രത്തിലെ കരനെൽ കൃഷിക്ക് 100 മേനി. ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പരിസരത്തുള്ള 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം കൊയിലാണ്ടി CI R ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി വിയൂർ വിഷ്ണുക്ഷേത്ര കമ്മിറ്റിയുടെ കരനെൽ കൃഷിക്ക് 100 മേനി. ക്ഷേത്രാവശ്യങ്ങൾക്കായി നെല്ലുണ്ടാക്കുന്നതിനാണ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തുള്ള 1 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം കൊയിലാണ്ടി CI R ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പോലീസുകാരെ എന്തിനാണ് ഇത് വിളിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊരു സിനിമ ചോദിക്കുമല്ലോ, പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞ് ഇന്നസെന്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യം? ഞാനിത് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പലരും പല പരിപാടിക്കും വിളിക്കാൻ വരാറുണ്ട്. ഇത് വളരെ രസകരമായി തോന്നി. കാരണം പോലീസിന്റെ നിറവും കൃഷിയും തമ്മിൽ അങ്ങോട്ട് യോജിക്കത്തില്ല. കൃഷിക്ക് പച്ചയാണ്, പോലീസിന് കാക്കിയാണ്. പക്ഷെ നെല്ലിന് കാക്കി നിറവാണ്. സംശയം ഉണ്ടെന്ന് നോക്കിക്കൂടെ. കാക്കി നിറം തന്നെ, ഞങ്ങളുടെ നിറം തന്നെയാണ് ഈ നെല്ലിന്. ഇതിനകത്ത് ഈ കൃഷിയോട് വളരെ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയിലാണ് ഞാനിത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തത്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളാരും നെല്ല് കണ്ടിട്ടില്ല, നെൽപ്പാടങ്ങൾ കണ്ടിട്ടില്ല, കൊയ്യുന്നത് കണ്ടിട്ടില്ല, കറ്റന്തിക്കുന്നത് കണ്ടിട്ടില്ല.
MJ അശോകൻ, KK ഗോപാലൻ, ജനാർദ്ദനൻ, കരുവാങ്കണ്ടി രാഘവൻ നായർ, കുറുങ്ങോട്ട് ബാബു, PP ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നല്ല വിളവാണ് ലഭിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. നിരവധി ആളുകളാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തത്. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. SNDP യോഗം ദൈവദശക ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തിരൂർ SNDP യൂണിയൻ പ്രസിഡന്റ് KR ബാലൻ നിർവഹിച്ചു. SNDP യോഗം കോഴിക്കോട് യൂണിയൻ സംഘടിപ്പിച്ച ദൈവശതക ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൽ തിരൂർ SNDP യൂണിയൻ പ്രസിഡന്റ് KR ബാലൻ നിർവഹിച്ചു. മാറ്റി നിൻമുഖരെ സമ്മറച്ചതിൽ പോറ്റി പുൽകരുതോ മരേഖകൾ മാറ്റിയ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് T ഷനൂപ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ പ്രസിദ്ധീകരിച്ച പ്രാർത്ഥനാ പുസ്തകത്തിന്റെ പ്രകാശനം ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ജനറൽ സെക്രട്ടറി എഴുത്തുപള്ളി അനിരുദ്ധൻ നിർവഹിച്ചു. സന്തോഷ് വേങ്ങേരി പുസ്തകം ഏറ്റുവാങ്ങി. യോഗം ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് മഞ്ചേരി രാജൻ, VP അശോകൻ, V സുരേന്ദ്രൻ, P ബാലരാമൻ, PK ഭരതൻ, VV കേളുക്കുട്ടി, സുനിൽ ചന്ദ്രഞ്ചേരി, T കൃഷ്ണാനന്ദ്, ലീല വിമലേശൻ, സതി നാരായണൻ, K ബിനുകുമാർ, P ഗീതു, യൂണിയൻ സെക്രട്ടറി C സുധീഷ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയ് വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ദൈവദശക പഠന സത്രത്തിൽ സജീവ് കൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം PG വായനക്കൂട്ടത്തിന്റെ ഭാഗമായി ബെന്യാമിന്റെ ആടുജീവിതം നോവലിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യ പ്രവർത്തകൻ VK ദിലീപ് സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി PG വായനക്കൂട്ടം സംഘടിപ്പിച്ചു വരികയാണ്. കാലിക പ്രാധാന്യമുള്ള പുസ്തകങ്ങളെക്കുറിച്ചുള്ള കൂട്ടായ ചർച്ചയാണ് പ്രധാനമായും ഇവർ ഉദ്ദേശിക്കുന്നത്. ബേപ്പൂർ ഹൈസ്കൂൾ പരിസരത്ത് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കേവലം ഒരു കെട്ടുകഥകൾ മാത്രമായി കാണുന്ന ഇക്കാലത്ത് കേരളീയരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വിശ്വാസങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുന്ന ഈ കൃതി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. കലാ സാഹിത്യ പ്രവർത്തകനും നിരൂപകനുമായ VK ദിലീപ് പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. നമ്മുടെ ജീവിതം ബെന്യാമിൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരന്റെ തൂലികത്തുമ്പിലൂടെ ഇങ്ങനെ വാർന്നു വീഴുന്നതാണോ ഈ ആടുജീവിതം എന്ന് തോന്നുന്ന രീതി, മസറയ്ക്കുള്ളിൽ നടന്നൊരു ജീവിതം നമ്മുടെ ഏത് ജീവിതത്തിലേക്കും മാറ്റി പ്രതിഷ്ഠിക്കാവുന്ന രീതി അത്രമേൽ നമ്മുടെ ജീവിതവുമായിട്ട് താതാത്മ്യം ഭാവിച്ച ഒരു നോവലാണ്. അപ്പൊ ആ രീതിയിലൊക്കെ തന്നെ ഈ നോവലിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഹരിദാസ് നമ്പ്യാർ അധ്യക്ഷനായിരുന്നു. കരുവള്ളി ശശിധരൻ, എടത്തൊടി രാധാകൃഷ്ണൻ, M രാജഗോപാലൻ, CP കൃഷ്ണകുമാർ, മുരളി ബേപ്പൂർ, P ദിവാകരൻ, PV ശിവദാസൻ, ആസ്യ കൃഷ്ണകുമാർ, ഭീഷ്മർ, പത്മനാഭൻ പള്ളത്ത് എന്നിവർ സംസാരിച്ചു. ഭാഷയെ അടുത്തറിയാനും ആവോളം ആസ്വദിക്കാനുമായി കൊയിലാണ്ടി നഗരസഭ സംഘടിപ്പിച്ച ഉതിർമണി സാഹിത്യ ക്യാമ്പ് സമാപിച്ചു. കാവുംവട്ടം UP സ്കൂളിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭാതല സാഹിത്യ ക്യാമ്പ് സമാപിച്ചു. ഭാഷയെ അടുത്തറിയാനും ആവോളം ആസ്വദിക്കാനും ക്ലാസ് മുറികൾക്കപ്പുറം ഒരു വാതിൽപ്പുറം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു നഗരസഭ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാവുംവട്ടം UP സ്കൂളിൽ നടന്ന പരിപാടി സാഹിത്യകാരനും കവിയുമായ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിന്
അത്തരം ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നു. അത് നടക്കുന്നതാകട്ടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇൻഫ്രാസ്ട്രക്ചറുള്ള ലൈബ്രറിയും ഒക്കെയുള്ള ഒരു UP സ്കൂളിൽ ഒരു ഗ്രാമത്തിൽ ഞാൻ ഈ മുനിസിപ്പൽ അധികൃതരെ ഇതിന് കാരണക്കാരായ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കണം. എൻ്റെ സംസാരം വരാതിരിക്കുന്നത് കൊണ്ട് ഞാനൊരു കവിത വായിച്ച് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ ഓമന പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. വികസന ചെയർപേഴ്സൺ KA ഇന്ദിര ടീച്ചർ, PV മാധവൻ, T ജമാൽ, MG ബൽരാജ്, പ്രോഗ്രാം കൺവീനർ UP ശേഖരൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ M രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭയിലെ LP, UP, HS, VHSC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് 2 ദിവസങ്ങളായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാഹിത്യകാരനായ രമേശ് കാവിൽ, VK രാഘവൻ മാസ്റ്റർ, പവിത്രൻ തീക്കുനി, C ഗണേഷ്, ദേവപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത്. മോഡി സർക്കാർ തൊഴിലാളികളെ ഭിന്നിപ്പിക്കുകയാണെന്ന് CWFI ദേശീയ പ്രസിഡന്റ് R ശിങ്കാരവേലു നിർമ്മാണ തൊഴിലാളികളുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിയിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിയും മതവും കുലവും നോക്കി തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് CWFI ദേശീയ പ്രസിഡന്റ് R ശിങ്കാരവേലു പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികളുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. உண்மையான மாற்று எது என்றால் that can be only scientific socialism. ஐரோப்பிய கம்யூனிஸ்ட் தலைவர் ரோசா லக்சம்பர்க் அவர் என்ன சொல்றாருன்னா, முதலாளித்துவம் அது போய் பின்ன சோசியலிசம் ஆட்டோமேட்டிக்கெல்லாம் வராது. முதலாளித்துவம் என்பது அது இப்ப மோடி மாதிரி காட்டு மிராண்டித்தனத்துக்கும் விட்டு செல்லலாம். கேபிட்டலிசம் மே லீட் டு பார்பரிசம் ஆல்சோ அப்படின்னு ரோசா லக்சம்பர்க் அவர்கள் சொல்லியிருக்கிறார். പരിപാടിയിൽ T ഗോപാലൻ അധ്യക്ഷനായി. MK രമേശ്, P വിശ്വൻ, M പത്മനാഭൻ, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. NK ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. പാശ്ചാത്യ വയലിൻ അധ്യാപകൻ ഹെൻറി അബിയ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഹാർമണി കാലിക്കറ്റ് അഖില കേരള പാശ്ചാത്യ ഉപകരണ സംഗീത മത്സരം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ പ്രമുഖ വയലിൻ ചെല്ലോ വിദഗ്ധൻ MS വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത പാശ്ചാത്യ വയലിൻ അധ്യാപകനായിരുന്ന ഹെൻറി അബിയ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഹാർമണി കാലിക്കറ്റ് 12ാമത് അഖില കേരള പാശ്ചാത്യ ഉപകരണ സംഗീത മത്സരം ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ വയലിൻ ചെല്ലോ വിദഗ്ധൻ MS വിശ്വനാഥൻ നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി MS വിശ്വനാഥന്റെ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. സംഘടക സമിതി പ്രസിഡന്റ് KC സുകുമാരൻ, TV ബാലൻ, വിനീഷ് വിദ്യാധരൻ, K സലാം, ഹരിദാസ് പറക്കാട്ട്, K ദേവദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വയലിൻ, ഓർഗൻ എന്നിവയിൽ ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വാർത്തകളിൽ ഒരിടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. കണ്ണഞ്ചേരി മഹാഗണപതി ക്ഷേത്ര ഗോപുര സമർപ്പണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം തന്ത്രി ചേനാസ് ഹരി നമ്പൂതിരി നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര കൌണ്ടറിന്റെ കമ്പ്യൂട്ടർ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് നടന്ന സമർപ്പണ സമ്മേളനം കണ്ണഞ്ചേരി ദേവസ്വം ചെയർമാൻ KV ജ്യോതിപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്.
പരിപാടിയിൽ വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിജി വിവേകാമൃത ചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ ക്ഷേത്ര വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗോപുര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KV ശിവദാസൻ വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം നൽകി. ക്ഷേത്രം ഗോപുര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വേദിയിൽ ആദരിച്ചു. ക്ഷേത്രം തന്ത്രി എടവലത്ത് പുഴയൂർ കുബേരൻ നമ്പൂതിരി, ഗോപുര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രൊഫസർ OK ഗോവിന്ദൻ, ക്ഷേത്ര പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് KV വേണുഗോപാൽ, V ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു. ബേപ്പൂർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാരായണ യജ്ഞം സംഘടിപ്പിച്ചു. കേരളവർമ്മ, രവിവർമ്മ എന്നിവർ നാരായണ യജ്ഞത്തിന് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ നാരായണ യജ്ഞത്തിൽ പങ്കാളികളാവുവാൻ എത്തിച്ചേർന്നിരുന്നു. ഫറോക്ക് പഞ്ചായത്തിലെ കള്ളിത്തൊടി എന്ന സ്ഥലത്ത് ആലുള്ളക്കണ്ടിപ്പറമ്പിൽ സ്ഥാപിതമായ കള്ളിത്തൊടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കക്കാടി ഇല്ലം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ക്ഷേത്ര നിർമ്മാണത്തിന് ബാലരാജൻ C നായർ, പേരഴി മോഹനൻ, AM ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കുറിയടത്ത് ഹരിദാസൻ, ജനറൽ സെക്രട്ടറി വെലിയാട്ടൂർ രവീന്ദ്രൻ, ഗജാൻജി KM മുരളീധരൻ, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ രത്നാകരൻ കുഴിപ്പള്ളി എന്നിവരും മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പരിസരവാസികളും പ്രത്യേക ക്ഷണിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. നടുവത്തൂർ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് AR ക്യാമ്പുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TM സാബു ക്ലാസ് എടുത്തു. എടത്തിൽ രവി, P സിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മികച്ച ഗൃഹപരിചാരകയ്ക്കുള്ള ഈ വർഷത്തെ ലാലി സേവ്യർ പുരസ്കാരം കല്ലുത്താൻകടവ് കോളനിയിൽ താമസിക്കുന്ന M കമലത്തിന് ലഭിച്ചു. നവംബർ 7 വെള്ളിയാഴ്ച വൈകിട്ട് 5 കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ഔഷധ വില നിയന്ത്രണ അതോറിറ്റിയുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ നടപടി പിൻവലിച്ച് മരുന്ന് വിലവർധന തടയണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. നവംബർ 5 രാവിലെ 10 നടക്കുന്ന മാർച്ച് മുല്ലപ്പള്ളി രാമേന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 8ാമത് ദേശീയ സമ്മേളനം നവംബർ 5, 6, 7 തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 രാവിലെ 9 CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 നടക്കുന്ന ബഹുജന റാലി ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്യുമെന്നും സ്വാഗത സംഘം ചെയർമാൻ TP രാമകൃഷ്ണൻ, VP കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ അറിയിച്ചു. നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുന്നയൂർക്കുളം ഏർപ്പെടുത്തിയ മലയാളത്തിന്റെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് ടോസിൻ ടോം എഴുതിയ ബിഗ് സ്ക്രീൻ എന്ന കഥ തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ 6 തിരൂർ മലയാളം സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ K ജയകുമാർ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ രേവതി പട്ടത്താനം ചടങ്ങുകൾ നവംബർ 5 ബുധനാഴ്ച തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിക്കും. മനോരമ തമ്പുരാട്ടി പുരസ്കാരം ചടങ്ങിൽ പ്രൊഫസർ ലീലാവതിക്ക് സാമൂതിരി രാജ സമർപ്പിക്കും. തുലാം 19 രേവതി നാളിൽ ആരംഭിക്കുന്ന ചടങ്ങുകൾ നവംബർ 11 സമാപിക്കുമെന്നും രേവതി പട്ടത്താന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന അബൂബക്കറിനെ ശ്രീകണ്ഠേശ്വര ടെമ്പിൾ പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെ 9:30 മൃതദേഹം കണ്ടത്. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ പോലീസ് സ്റ്റേഷനിലോ 0455272286 എന്ന നമ്പറിലോ അറിയിക്കണം. വെള്ളയിൽ UP സ്കൂളിൽ ഫോക്കസ് 2015 പദ്ധതിക്ക് തുടക്കമായി. ആദായകരമല്ലാത്ത വിദ്യാലയങ്ങളെ അടുത്ത അധ്യയന വർഷം മുതൽ ആദായകരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഫോക്കസ് 2015. പദ്ധതിയുടെ ഉദ്ഘാടനം MLA A പ്രദീപ് കുമാർ നിർവഹിച്ചു. കൌൺസിലർ MT പത്മ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് മനോജ് അധ്യക്ഷം വഹിച്ചു. BPO ചന്ദ്രൻ, പ്രധാനാധ്യാപിക PP ലീലാമ്മ, ഫിറോസ്, റഹ്മാൻ, രാമദാസ്,
ഉസ്മാൻ, സ്റ്റാഫ് സെക്രട്ടറി ജാഫർ സാദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴയിൽ KM മാണി മാത്രമല്ല മറ്റു മന്ത്രിമാരും KPCC നേതാക്കളും പങ്കുപറ്റിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. പൊതുസ്ഥലങ്ങളിൽ ചുംബിക്കാൻ അനുമതി നൽകിയാൽ ഭാവിയിൽ സമരക്കാർ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് K. മുരളീധരൻ MLA. കേരളത്തിലെ വിധവകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വിധവ ക്ഷേമ ബോർഡ് ചെയർമാൻ KK ചന്ദ്രൻ മാസ്റ്റർ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.